CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഫെബ്രുവരി 3 വരെ തളിപ്പറമ്പിലാണ് സമ്മേളനം നടക്കുക. പ്രതിനിധി സമ്മേളനം രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പി ജയരാജൻ, PP ദിവ്യ എന്നിവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായേക്കും. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, കണ്ണൂരിലെ സമ്മേളനം അത് ഇത്തരത്തിൽ പല വിഷയങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചർച്ചയാകുന്ന ഒരു സമ്മേളനം തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകാം. തീർച്ചയായും സ്വാതി, ആ നിലയ്ക്ക് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെങ്കിൽ പോലും EP ജയരാജനും PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, ഈ വിവാദങ്ങൾ തീർച്ചയായും CPIM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല CPIM-ന്റെ ഒരു രീതി അനുസരിച്ച് അവരുടെ സമ്മേളനത്തിൽ സ്വയം വിമർശനപരമായ കാര്യങ്ങൾ കൂടി സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ രണ്ടാം LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ജനങ്ങളിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പൊതുബോധം എന്താണ് എന്നതിനെക്കുറിച്ചും ഉൾപ്പെടെ വിശദമായ ചർച്ചകളിലേക്ക് തന്നെയാവും CPIM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനവും കടക്കുക. ഇന്ന് രാവിലെ 9:30 പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് റിപ്പോർട്ട് അവതരണങ്ങളും ഒപ്പം തന്നെ ആ റിപ്പോർട്ടുകളിന്മേലുള്ള ചർച്ചകളും നടക്കും. ഇന്നും നാളെയും മറ്റന്നാളുമായാണ് തളിപ്പറമ്പിൽ സമ്മേളനം നടക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിൽ ഈ ടേം വ്യവസ്ഥ മാത്രമാണ് പരിഗണിക്കുന്നത് എങ്കിൽ MV ജയരാജൻ തന്നെ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ചുമതലകളിലേക്ക് MV ജയരാജനെ മാറ്റാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്ത് മറ്റൊരാൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് MV ജയരാജനെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള ചർച്ചകൾ സജീവമാണ്. അങ്ങനെയെങ്കിൽ MV ജയരാജനെ ആ ചുമതല പാർട്ടി ഏൽപ്പിക്കും. അപ്പോഴാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മറ്റൊരാളുടെ പേര് പരിഗണിക്കുന്ന സാഹചര്യം വരിക. നിലവിൽ TV രാജേഷിൻ്റെയും KK രാഗേഷിൻ്റെയും പേരുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ഒരാൾ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആ നിലയ്ക്ക്, അതായത് MV ജയരാജൻ മാറുകയാണെങ്കിൽ എത്തും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സ്വയം വിമർശനപരമായ കാര്യങ്ങൾ നിരവധി ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ EP ജയരാജനും PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളാണ്. അത് പാർട്ടിയെക്കുറിച്ച് പുറത്തുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള ഒരു കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനുമൊക്കെ കാരണമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ സമ്മേളന പ്രതിനിധികൾ എന്ത് നിലപാടാണ് ജില്ലാ സമ്മേളനത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം MV ജയരാജൻ തന്നെ പറഞ്ഞത് CPIM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടി അംഗങ്ങളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്താനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് MV ജയരാജൻ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കൂടി CPIM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. ശരി നിഖിൽ.